ദേശീയപാതയിലെ നിർമ്മാണത്തിലെ അപാകത എന്ന ആരോപണം ഉയർന്നപ്പെടുന്ന തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ അതിൻ്റെ ഭീകരത പറയും. ഈ വേങ്ങര കൂരിയാട് ദേശീയപാതയിലെ ഒരു ഭാഗം മുകളിൽ നിന്ന് സർവീസ് റോഡിലേക്ക് അടർന്നു വീഴുന്നു. സർവീസ് റോഡ് ഇടിഞ്ഞു താഴ്ന്നു. റോഡിലുണ്ടായ വിള്ളലുകൾ നമുക്ക് കാണാം. ഒരു ഭൂകമ്പം ഒക്കെ ഉണ്ടായ ഒരു പ്രതീതിയിലാണ് റോഡിലുണ്ടായിരിക്കുന്ന വിള്ളൽ. 3 കാറുകളാണ് അതിനകപ്പെട്ടത്. ആകെയുള്ള ആശ്വാസം ആർക്കും പരിക്കില്ല എന്നുള്ളതാണ്. വരാനിരിക്കുന്ന ഒരു പ്രത്യാഘാതത്തിൻ്റെ കൂടി സൂചനയായിക്കൊണ്ട് തന്നെ ഈ നിർമ്മാണത്തെ കാണേണ്ടതുണ്ട്. രോഷാകുലരായ നാട്ടുകാരെ കണ്ടു. MLA ഉൾപ്പെടെ സ്ഥലത്തെത്തിയപ്പോൾ പറഞ്ഞത് മുൻപും ചൂണ്ടിക്കാണിച്ചതായിരുന്നു ഈ വിഷയം. പക്ഷേ ഇത്തരത്തിൽ ആവർത്തിക്കപ്പെടുന്നതിൻ്റെ അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന പ്രത്യാഘാതം എന്താണെന്നുള്ള സൂചനയായി അപകടത്തെ കാണണമെന്നുള്ളതാണ്. ഇത് ചെയ്തിട്ട് മണ്ണിടുകയാണ്. സ്വാഭാവികമായി നല്ല വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ചെടിഞ്ഞു വീഴും. അപ്പോൾ NHAയോട് ഇത് 2-3 തവണ നമ്മൾ ശ്രദ്ധപ്പെടുത്തിയെങ്കിലും അവർക്ക് ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ല. വളരെ അപകടകരമായിട്ടുള്ള സ്ഥിതിയാണ്. അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനമാണ്. KNRCക്കും ജില്ലാ കലക്ടർക്കും ഇതിനു മുമ്പ് പരാതി നൽകിയതാണ്. ഈ പരാതിയിൽ ഒരു നടപടി ഉണ്ടായില്ല. എല്ലാ തവണയും കലക്ടർ യോഗം വിളിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നതല്ലാതെ ഒരു നടപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ശാസ്ത്രീയമായ യാതൊരു ഇതും നടത്താതെ പെട്ടെന്ന് ഇവർ ഉദ്ഘാടനം ചെയ്യണം എന്നുള്ളതിൽ പെട്ടെന്ന് ഇത് മാപ്പ് റെഡിയാക്കി മാപ്പ് ഇതാക്കി ചെയ്തെന്നല്ല. ശാസ്ത്രീയമായ യാതൊരു ഇത് നടന്നിട്ടില്ല. കടത്തൊരു മയം കൂടി ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്ഥിതി ഇതാകുമായിരുന്നില്ല. അപ്പോൾ ഇതിൽ ബന്ധപ്പെട്ടവർ ഇതിൽ കൃത്യമായ ശാസ്ത്രീയ പരിശോധന നടത്തണം. എന്നിട്ട് ഇത് വീണ്ടും നിർമ്മാണം പൊളിച്ച് വീണ്ടും നിർമ്മാണം നടത്തണം. ഇതൊരു സൂചനയാണ്, ഒരു പാഠമാണ് എന്നുള്ളത് ആണ് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഈ ഒരു സംഭവം. വേങ്ങര കൂരിയാട് ഭാഗത്താണ് ദേശീയപാത ഇടിഞ്ഞു വീണത്. സർവീസ് റോഡ് ഇടിഞ്ഞു താഴ്ന്നത്. വലിയൊരു അപകടം എന്തായാലും ഒഴിവായിരിക്കുന്നു. നമുക്ക് എന്തായാലും വലിയൊരു പാഠം ഈ അധികൃതർക്ക് മുന്നിലേക്ക് ഇത് നൽകുന്നുണ്ട്. ഉടനടി ഇത്തരത്തിലുള്ളൊരു പരിഹാരം അല്ലെങ്കിൽ ഒരു പഠനം തന്നെ വേണ്ടുന്ന ഒരു വിഷയമാണ് ഈ അപകടം നമുക്ക് എന്തായാലും കാണിച്ചു തന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. പ്രതിഷേധവുമായി നാട്ടുകാരും പ്രദേശവാസികളും തന്നെ രംഗത്തെത്തിയിട്ടുമുണ്ട്. പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.